പുതിയ വീഡിയോയിലോട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ അവിടെ മീൻകറി വെക്കാൻ പോവാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗ്യാസ് കത്തിച്ച് ചട്ടി അടുപ്പ വെച്ച് മീൻകറിക്കുള്ളതെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പുളിയൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വേണം വെള്ളത്തിലിട്ട് വെക്കാൻ. എല്ലാം കവർപ്പൊക്കെ കാണും പുളിക്ക്. ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ചട്ടിയുടെ കടുക് പൊട്ടിച്ചിട്ട് വേണം ഇതൊക്കെ എടുക്കാൻ. കറിവേപ്പിലേക്ക് ഭയങ്കര ക്ഷാമമുള്ള ഒരു ജീവിതമാണ്. ഒരു തുള്ളി കറിവേപ്പില അമ്മ മേടിച്ചിവിടെ മുളകിന്റെ സൈഡിൽ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീന് കണ്ണൻകൊഴുവാണ് അങ്ങനെ പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ മീൻ, നമ്മളിപ്പോ എടുത്തേക്കുന്ന മീൻ. ഞങ്ങളുടെ പിള്ളേർക്ക് മീൻ വിട്ടപ്പോൾ മീനിനൊക്കെ ഭയങ്കര വില. ആര് മേടിക്കാനാ? എല്ലാവരും എപ്പോഴും അങ്ങ് ചിക്കനൊക്കെ മേടിച്ച് കറി വെച്ച് കൂട്ടാൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചെറിയ ഒരു രീതിയിലുള്ള ഒരു മീൻ കറിയൊക്കെ വെക്കുക. എല്ലാ ദിവസവും ഇല്ലേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നമുക്ക് ഇന്നൊരു മീൻകറി വെക്കാം. ഞങ്ങൾ രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു. അതൊക്കെയുണ്ട്. മീൻകറി കൊച്ചുമോളാന്നേ സ്വന്തമായിട്ടൊരു കറിയൊക്കെ വെക്കണമെന്നും പറഞ്ഞ് നടക്കുക. ഇനി അതും ഒരു വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് നിൽക്കുമോ. സ്വന്തമായിട്ട് കറി വെച്ച് എല്ലാം ചോദിച്ചിരിക്കുക എങ്ങനെയാണ് വെക്കേണ്ടതെന്ന്. വലിയ കറികളൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? സിമ്പിളായിട്ടുള്ളൊരു കറി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്തോ നിങ്ങൾ ഉണ്ടാക്കും പറഞ്ഞാൽ അത് ആരോടും പറയത്തില്ല, അത് ഉണ്ടാക്കി കാണിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്കിപ്പോ അമ്മ അത് പറഞ്ഞു തന്ന് അതെനിക്കിപ്പോ അറിയാം. അത് ഞാൻ വീഡിയോ വന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻകറിയാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണയാ. കുറച്ച് വെളിച്ചെണ്ണ, ഒത്തിരി ഒന്നും വേണ്ട. ഒത്തിരി എല്ലാവർക്കും ഭയങ്കര അസുഖമൊക്കെ. എണ്ണ ഒന്ന് നല്ലതായിട്ട് ചൂടാകട്ടെ. എണ്ണ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ചൂടായി വരത്തില്ല, കുറച്ച് താമസം പിടിക്കും. ചട്ടിയിൽ കറി വെച്ചെങ്കിൽ ടേസ്റ്റ് വരത്തുള്ളൂ. മറ്റുള്ള ഏത് പാത്രത്തിൽ വെച്ചാലും മീൻകറിക്ക് ടേസ്റ്റ് വരത്തില്ല. കടുക് ഇട്ട് കൊടുക്കുവാണ്. എണ്ണ തിളയ്ക്കുന്നതേ ഉള്ളൂ, കടുക് പൊട്ടിയില്ല. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നത് എൻ്റെ കൊച്ചുമോൾക്ക് ഭയങ്കര പേടിയാണ്. അവളെ കടുക് പിടിച്ചോണ്ട് പോകുന്നുള്ള പോലത്തെ പേടിയാണ്. ഞാനൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. കടുക് പൊട്ടുമ്പോൾ എന്തോ പേടിക്കാനാ കടുക്? ഒറ്റയ്ക്ക് എങ്ങനെ കറി വെക്കും? അപ്പോൾ ആര് കടുക് ഇട്ട് കൊടുക്കും? ആര് ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കണം. എല്ലാവരും എല്ലാം ഇച്ചിരി പൊള്ളി എടുത്ത് വെക്കുക ജോലി ചെയ്ത് പഠിക്കേണ്ടത്. അത് ചുമ്മാതൊന്നും ആകത്തില്ല. കടുക് പൊട്ടുന്നുണ്ട്. ചെറവറാന്ന് പൊട്ട് എളുപ്പം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ. പകുതിക്ക് ഇട്ടിട്ട് പോകരുത്. ഞങ്ങളെ സന്തോഷിപ്പിക്കണം നിങ്ങളെല്ലാവരും. ഇത് കണ്ട് കമന്റ് ചെയ്യും. ഒത്തിരി പേര് ലൈക്കും ഷെയറും കമന്റും ഒക്കെ തന്നുകൊണ്ട് വലിയ താങ്ക് യു അവരോടെല്ലാവരോടും.
അത് ചട്ടി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം എണ്ണ ചൂടാകത്തില്ല. ഇവിടെ ആണെങ്കിൽ ക്യാമറാമാൻ ഇങ്ങനെ എളുപ്പത്തിൽ നിൽക്കുക. ക്യാമറാമാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കണം. എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ക്യാമറാമാനെ വിളിക്കുന്നത്. എൻ്റെ ക്യാമറാമാൻ അങ്ങനത്തെയാണ്, ഭയങ്കര സ്പീഡാണ് എൻ്റെ ക്യാമറാമാന്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് ക്യാമറാമാന് പേടിയാണ്, എല്ലാം തെറിച്ച് ദേഹത്ത് വീഴുമെന്ന്. അമ്മമാരുണ്ടാക്കി കൊടുക്കുമ്പോൾ അത് അറിയത്തില്ലല്ലോ, കഴിക്കുന്ന പരിപാടിയല്ലേ ഉള്ളു. ക്യാമറാമാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഭയങ്കര പേടിയായി. അതുകൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, 2-3 പച്ചമുളക്, കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിതിന് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുക്കാം. ഒരു 2-2.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു കറിക്ക് ആവശ്യത്തിന് ചേർക്കുന്ന ഉലുവാപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി. ഇത്രയാണ് ഈ കറിക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഇതാക്കി തരണം കേട്ടോ. എൻ്റെ കൊച്ചുമോടെ ഒരു ആഗ്രഹമായി ഇത് ഇത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റയിലുണ്ട്. അത് അംബികാസി അടിച്ചു നോക്കി എൻ്റെ റീൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അംബികാസി നിങ്ങൾക്ക് ഫേസ്ബുക്കിലും അംബികാസി അടിച്ചു നോക്കിയാൽ എൻ്റെ റിയൽ വീഡിയോ കിട്ടും. എൻ്റെ മോൾക്ക് ഡാൻസ് കളിക്കാനും തിരുവാതിരയും പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും റീൽസുകളുടെ ഇതാ. 2 അനിയന്മാരും ആയിട്ട് എപ്പോഴും കളികളാണ് ഇവിടെ. നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. നമ്മളൊന്ന് ഇതായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ മൂപ്പിക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരണം. ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ ഷേപ്പ് ആവണം. ഉപ്പുണ്ട്, ചിലതൊക്കെ ഇങ്ങനെ ബ്രൗൺ ഷേപ്പായി വരുന്നുണ്ട്. ഇനി നമ്മുടെ മീൻ്റെ അരപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലോണം വന്നിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പുളിവെള്ളം
ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിയാണ്. ഇതിനകത്തോടെ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ചൂടൊന്ന് ഇറക്കി കൊടുക്കാം. നമ്മുടെ നാട്ടിൻപുറത്തുകാരുടെ മീൻ മുളക് കറി. നിങ്ങൾ ഞാൻ വെക്കുന്ന മറ്റുള്ള കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. പുളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ട് അരപ്പ് നല്ലതായിട്ട് തിളയ്ക്കുമ്പോൾ മീൻ പെറുക്കിയിടാം. ആവശ്യത്തിനൊക്കെ ഉപ്പും പുളിയൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറി ടേസ്റ്റ് ആകും. ഈ അരപ്പ് വഴറ്റി വെച്ച് അത് തണുപ്പിച്ചൊന്ന് മിക്സിയിൽ അരച്ച് കറി വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ല കൊഴുപ്പുണ്ടാകും കറിക്ക്. അതിനുള്ള സമയമില്ല, അതുകൊണ്ട് നല്ലാത്ത രീതിയിൽ വെച്ച് കൊഴുപ്പ് കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ അരച്ചൊക്കെ വെക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും. അതാണ് നമ്മുടെ മീൻ കറി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. മീൻ കറി തിളയ്ക്കുമ്പോൾ നമുക്ക് മീൻ പെറുക്കിയിടാം. പെറുക്കിയിട്ട് അടച്ച് വയ്ക്കാം. അങ്ങനെ പിള്ളേരൊക്കെ സിനിമ കാണുക. അവരുടെ കൊച്ചച്ഛൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവർ ഡീസൻ്റായിട്ട് നല്ല പിള്ളേരായിട്ട് അവർ സിനിമ കാണുക. നല്ലോണം ഒന്ന് തിളച്ചത് വരണം. എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെക്കാം. എനിക്ക് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്നവരോട് എല്ലാവരോടും വലിയ താങ്ക് യു. നിങ്ങൾ എൻ്റെ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ കയറി നോക്കണം. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കേട്ടോ. എൻ്റെ വീഡിയോ ഒത്തിരി കാണും. നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടണിൽ ക്ലിക്കൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീഡിയോയുടെ പേരോടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എന്നാൽ ഞാൻ അതിലൂടെ കയറി നോക്കി ലൈക്കൊക്കെ അടിക്കാം. ഓക്കെ. അപ്പം അങ്ങനെ മീൻ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് മീൻ കറി തിളച്ച് മീൻ കൂട്ടാൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനെ പിറക്കി ഇട്ട് കൊടുക്കുകയാണ്. മീൻ അങ്ങനെ പിറക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ ഇങ്ങനെ പിറക്കി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഇനി നമുക്ക് അടച്ച് വയ്ക്കാം. പുളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഈ പുളി നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വയ്ക്കാം. ഇച്ചിരി നേരം ഇത് പറ്റട്ടെ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്നോടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്കോ വല്ല ഷെയറോ കമൻറ്റോ സബ്സ്ക്രൈബോ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ കേട്ടോ.
നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇൻസ്റ്റയിൽ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ഇടണം കേട്ടോ. എനിക്കില്ലേ എന്തുവാ എല്ലാരും ലൈക്കൊക്കെ അടിച്ചാൽ എനിക്കൊരു ഡാൻസിനൊക്കെ പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റയിൽ എൻ്റെ ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ കമൻറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിലോ ലൈക്കൊക്കെ ചെയ്താലോ. നമ്മുടെ മീൻകറി അടുപ്പേ കിടന്നാൽ തിളപ്പോടെ തിളയ്ക്കുവാണ്. ഞാൻ മീൻകറി അവിടെ തിളതാളം പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻകറി തിളതാളം പറഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം അമ്മ എടുത്തേക്കുന്ന പാത്രങ്ങളൊക്കെ അന്നേരമേ കയ്യോടങ്ങ് അങ്ങ് വെക്കുക. പിന്നെ അതിൻ്റെ ജോലി അങ്ങ് ഈ ജോലി പറയുന്നു. ഞാൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് കറി ഇഷ്ടമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ കറി എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അമ്മൂമ്മ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തന്ന ആ കറിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അപ്പോൾ സിമ്പിൾ കറിയാണ്. അപ്പം അത് ഞാൻ ഇന്നൊന്ന് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അതിൻ്റെ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ മറക്കരുത് പറഞ്ഞ പോലെ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, മറക്കരുത്. ഞങ്ങൾക്കൊരു സന്തോഷമാവത്തില്ലേ നേരവേ. എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എൻ്റെ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ചുമ്മാതെ കണ്ടിട്ട് അങ്ങോട്ട് നീക്കി വിടുന്നവരും ഉണ്ട്. നിങ്ങളെ പക്ഷെ ലൈക്ക് ഇടണം കേട്ടോ. എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എൻ്റെ ഇൻസ്റ്റയിലും വീഡിയോയും യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം കയറി ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പം നമ്മുടെ മീൻകറി അവിടെ കിടന്ന് തിളപ്പോടെ തിളയ്ക്കുവാണ്. നല്ലപോലെ തിളച്ച് കയറുന്നുണ്ട് നമ്മുടെ മീൻകറി. നല്ല തിളപ്പോട് തിളയ്ക്കുവാണ്. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായി കിട്ടിക്കഴിഞ്ഞു. ആവശ്യത്തിനുള്ള പുളിയും എല്ലാ കാര്യങ്ങളും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഇതാണ് കുഞ്ഞു പുളിമരമാണ് കേട്ടോ. ഞാൻ നിങ്ങളെ പുളിമരം കാണിച്ചു തരാം. ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞങ്ങളുടെ പിന്നെ ഗായ്സ് പിന്നെ ഇവിടെ ഒന്നുമില്ല ഗായ്സ്. ഇവിടെ സെറ്റായിരുന്നു. ഇവിടെ പിന്നെ കുറച്ച് പുളിമരം ഉണ്ട് കേട്ടോ. എന്നെ കാണിച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ പുളിമരം. കണ്ടോ പുളി നിൽക്കുന്നത്? നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അങ്ങനൊരു ഈ താഴെ ഇരിക്കുന്ന പുളി ഉണ്ടോ അതിനെ ഇങ്ങനെ പറിച്ചിട്ടേക്കാം. കണ്ടില്ലേ കൂട്ടുകാരെ? ഇതാണ് ആ പുളിമരത്തിലെ പുളി. നല്ല പുളിയാ, എടുക്കാൻ പുളി. ഞങ്ങൾ ഈ പുളി ഇഷ്ടപ്പെടാ. പറഞ്ഞ പോലെ നമ്മുടെ മീൻകറി കുട്ടൻ്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അവിടെ കിടന്ന് തിളപ്പോടെ തിളക്കെത്തും. മീൻകറി നോക്കാം. നമ്മുടെ മീൻകറി കുട്ടപ്പനെ ആവി തട്ടാതൊക്കെ വേണം എടുക്കാം. കൈയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ മീൻകറി കുട്ടപ്പനെ ഇഷ്ടപ്പെട്ടോ? മീൻകറി കണ്ടോ തിളച്ച് പറ്റി വരുന്നു, എണ്ണ തെളിഞ്ഞ് വരുന്നു.
ഇത്രയുള്ള കാര്യം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.